ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ വീട്ടിലൊക്കെ എങ്ങനെയാണ് ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കാനുള്ള വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, പഴയ പോലെ തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഉരുക്കെണ്ണ ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത് 2 തേങ്ങയാണ്. അപ്പോൾ നമുക്കിവിടെ തേങ്ങ പൊട്ടിച്ചിട്ട് അത് നമുക്ക് ചിരണ്ടി എടുക്കാം. ഇനി നമ്മൾ ചിരണ്ടി വെച്ച തേങ്ങാപ്പീരയിൽ നിന്നും 1-ാം പാല് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഒരു അരിപ്പ് ഉപയോഗിച്ച് വേണം നമുക്ക് ചെയ്യാൻ. 1-ാം പാല് മാത്രമേ നമുക്ക് ഉരുക്കെണ്ണയ്ക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് വേവിക്കാനായിട്ട് ഒരു അടുപ്പ് വേണം. അതിന് ഞാൻ ഇവിടെ 2-3 ബ്ലോക്ക് കട്ടയുടെ പീസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ തീയൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒരു മൺചട്ടി എടുത്ത് വെക്കാം. ഇനി നമുക്ക് ഇതിനുള്ളിലോട്ട് പാലൊഴിക്കാം. ഇനി നമുക്ക് പാല് ചൂടാകുന്ന ടൈമിൽ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. പാല് ചൂടാകുന്ന ടൈം തൊട്ട് നമുക്ക് ഇളക്ക് നിർബന്ധമാണ്. ഒരു തവിയിട്ട് നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കേണ്ടത് വളരെ നിർബന്ധമാണ്. ഇപ്പം ഇളക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് കാണാം പാല് നല്ലോണം തിളയ്ക്കുന്നുണ്ട്. നമുക്കൊരു പതയൊക്കെ വരുന്ന ടൈമിൽ ഈ ഒരു പാലിനൊരു നിറവ്യത്യാസം വരും. ഒരു ഗോൾഡ് കളറൊക്കെ ആകുന്ന ആ ടൈം ആകുമ്പം നമുക്ക് തീ അല്പം കുറച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഇവിടെ പാല് നല്ലോണം തിളയ്ക്കുന്നുണ്ട്. നമുക്കപ്പോഴും നമുക്ക് ഇളക്ക് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. ഇത് അടിയിൽ പിടിക്കാതെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം വെളിച്ചെണ്ണ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് പറ്റിത്തീരുന്ന വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കുമ്പോഴാണ് ഇതിനകത്ത് വെളിച്ചെണ്ണ ഇങ്ങനെ വന്ന് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ എണ്ണ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തെ കക്കനെല്ലാം എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഈ എണ്ണ ഒന്ന് ഒരു നല്ല പാത്രത്തിലേക്ക് അടിച്ചു മാറ്റാം. അപ്പോൾ നമ്മുടെ ഉരുക്കെണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.